ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ് 1 LBS BSc നഴ്സിംഗിന്റെ സ്പെഷ്യൽ അലോട്ട്മെന്റ് 1 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോർത്ത് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ്. ഫീസ് ക്യാൻ ബി റെമിറ്റഡ് ഫ്രം ഓഗസ്റ്റ് 28 ടു ഓഗസ്റ്റ് 29. അതായത് ഇനിയുള്ള 28, 29 തീയതികളിലേക്ക് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഫീസ് സ്ട്രക്ചറിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നോർമലി LBS BSc നഴ്സിംഗിന് മുന്നേ ഉള്ള ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഗവൺമെന്റിലേതും സെൽഫ് ഫിനാൻസിങ്ങിന്റേതും. അതായത് നിങ്ങളുടെ ടോക്കൺ ഫീ 25,000 റുപ്പീസ് ആണ്. SC ST OEC കാറ്റഗറിക്ക് മുന്നേ ഉള്ളത് അതേപോലെയുള്ള റിസർവേഷൻ ഉണ്ട്. 1,000 റുപ്പീസ് ആണ് ടോക്കൺ ഫീ ആയിട്ട് വരുന്നത്. ദോസ് ഹു ആർ അലോട്ടഡ് ടു ന്യൂ കോളേജസ് മസ്റ്റ് ടേക്ക് അഡ്മിഷൻ ഓൺ ഓർ ബിഫോർ 30. അതായത് ഉറപ്പായിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് പോകുന്നതായിരിക്കും. അതായത് ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ കുട്ടികളാണ് ഇതിൽ പങ്കെടുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സീറ്റും പോകും, നിങ്ങളെ തേർഡിലെ സീറ്റും പോകുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ എടുക്കുമോ എന്നുള്ളത് അടുത്ത സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് കോളേജസ് ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 30 ആണ്. അതുപോലെ ഇനിയും ഏതെങ്കിലും കോളേജസിന് അപ്രൂവൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ സൈറ്റിൽ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പബ്ലിഷ്ഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏതൊക്കെ കോളേജസ് ആണ് ആഡ് ആയിട്ടുള്ളത്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷൻ കൊടുത്തു, ഇനി അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റ് 2 വേണ്ടിയിട്ട് നിങ്ങൾ പുതുതായിട്ട് ഒന്നുകൂടി ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ സ്പെഷ്യൽ അലോട്ട്മെന്റ് 1 ഇപ്പോൾ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റ് 2 പുതിയ ഓപ്ഷൻസ് വെച്ച് പുതുതായിട്ട് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് പറയുന്നത് നമ്മൾ നോർമലി അലോട്ട്മെന്റിൽ പങ്കെടുക്കും പോലെ അല്ല, ഇത് വേക്കൻസി സീറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള അലോട്ട്മെന്റ്സ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നെക്സ്റ്റ് പുതിയ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ സൈറ്റിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് നോക്കാം. അതുപോലെ തന്നെ അലോട്ടഡ് ലിസ്റ്റിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏതൊക്കെ കോളേജസിലാണ് ഇനി വാക്കൻസി സീറ്റ് ഉള്ളതെന്നും ഏതൊക്കെ കോളേജസിൽ ഫോർത്ത് അലോട്ട്മെന്റിൽ ഏതൊക്കെ കാറ്റഗറിയിലേക്ക് ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് റാങ്ക് അനുസരിച്ച് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കോളേജസ് നിങ്ങൾക്ക് തന്നെ അലോട്ടഡ് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോളേജിൽ ഇനി ഏതെങ്കിലും സീറ്റ് വാക്കൻസി ഉണ്ടോ എന്നത് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് 2 വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത്. കുട്ടികളും ചോദിച്ചതാണ് ഇനി വാക്കൻസി ഇല്ലാത്ത കോളേജസിലേക്ക് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യവുമില്ല. കാരണം വാക്കൻസി ഇല്ലാത്ത കോളേജസിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടാൻ പോകുന്നില്ല. ഓപ്ഷൻ വെച്ചത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഇനി അവിടെ നിന്നും ഏതെങ്കിലും കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ബൈ ചാൻസ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതനുസരിച്ചാണ് ഓരോ വാക്കൻസീസും വരുന്നതനുസരിച്ച് നമുക്ക് അലോട്ട്മെന്റ് വന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം സീറ്റുകൾ ഫിൽ ആകുന്നുവോ അത്രത്തോളം അലോട്ട്മെന്റ്സ് നമുക്ക് മുന്നോട്ടുള്ളതാണ്. ഓരോ അലോട്ട്മെന്റിലും നിങ്ങൾ പുതുതായിട്ട് തന്നെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ്. അപ്പൊ സ്പെഷ്യൽ അലോട്ട്മെന്റ് 1 പറ്റിയിട്ട്, അതായത് ഓൾറെഡി അലോട്ട്മെന്റ് വന്നു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്ന കമന്റ്സ് അനുസരിച്ച് ഞാനൊരു Q&A സെക്ഷൻ ഇന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഡൗട്ട്സ് മാക്സിമം നിങ്ങൾ ചോദിക്കുക, അതനുസരിച്ചായിരിക്കും Q&A സെക്ഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാനിപ്പോൾ CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം തിരുവനന്തപുരം സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഏതൊക്കെ കുട്ടികൾക്കാണ് ഫോർത്ത് അലോട്ട്മെന്റിൽ കിട്ടിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിൽ 288.33 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. 6093 റാങ്ക് വരുന്നത്. അതുപോലെ തന്നെ SC 282.5 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. MQ കോട്ടയിലായിട്ടും ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. 277 ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. VK 272.5 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക്, അതായത് 14,260 ആണ് റാങ്ക് വരുന്നത്. കാറ്റഗറി റാങ്ക് വരുന്നത് 429 ആണ്. ആ കുട്ടിക്ക് 4ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിട്ടിയ കുട്ടികൾ ഓഗസ്റ്റ് 30 പോയി അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഇനി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ NOC വേണമോ
വേണ്ടയോ എന്നുള്ളത് സൈറ്റിൽ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് NOC ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള അപ്ഡേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ NOC നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ആ കോളേജിൽ നിന്നും വാങ്ങേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലർ ഇതുവരെയും LBS ൽ നിന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ മാക്സിമം അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ തീരുമാനിക്കുക. അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കാതിരുന്ന് അവസാനം അഡ്മിഷനെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരാതെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക. ഓരോ കോളേജസിലും എത്രത്തോളം കുട്ടികൾക്കാണ് 4th അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. 298 മാർക്കുള്ള മുസ്ലിം കാറ്റഗറി സ്റ്റുഡൻസിന് 4ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈഴവ 4ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. 298 ഒക്കെയാണ് ഓരോരുത്തരുടെ ഇൻഡെക്സ് മാർക്ക്. SC കാറ്റഗറിയിലും 4ാമത്തെ അലോട്ട്മെന്റിൽ 289.16 മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്ത് ഓഗസ്റ്റ് 30-ന് ശേഷം അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വേക്കൻസി സീറ്റ് ഇതിൽ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസി നോക്കിയതിന് ശേഷം അടുത്ത ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാർക്കൊക്കെയാണ് 4th അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്, എവിടെയാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അതുപോലെ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, കാറ്റഗറി ഏതാണ് എന്നതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ അത് മറ്റു കുട്ടികൾക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ ഈ അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയുന്നതോടുകൂടി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പല കുട്ടികളും ടൈമിന് അറിയാത്ത കാരണം ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള അപ്ഡേഷൻസ് അറിയുന്ന അനുസരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കറക്റ്റ് ടൈമിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ്സ് കറക്റ്റ് സമയത്ത് അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.